പുലി എന്ന് പറഞ്ഞാൽ പോലെ ജപ്പാൻ പുലിയാണ്. കാരണം നല്ല ക്രിയേറ്റീവ് ആർട്ടിസ്റ്റാണ്. മ്യൂറൽ പെയിന്റിങ് ചെയ്യും, സാധാരണ പെയിന്റിങ് ചെയ്യും. അതുപോലെ പഴയ ഒരു ജേർണലിസ്റ്റ് ആണ്. ഇപ്പോഴും അത്യാവശ്യം ഫ്രീലാൻസ് ആയിട്ടൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പൊ സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്യുന്നു. ഇതിനൊക്കെ എപ്പോഴാണ് സമയം കിട്ടുന്നത്? പിന്നെ പാചകത്തിൽ ഒരു നല്ല എന്താണ്, പാചകത്തിൽ നല്ലൊരു കലാകാരിയാണ്. ചേച്ചിയുടെ അമ്മയുടെ അമ്മയെ മമ്മി എന്നാണ് വിളിക്കുന്നത്. ആ മമ്മി പഠിപ്പിച്ച കുറെ പൊടി നമ്പറുകളാണ് ഇന്ന് നമ്മളെ പഠിപ്പിക്കാൻ പോകുന്നത് അല്ലെ. നമ്മൾ മമ്മിയെ തേടി ഉടൻ തന്നെ നമ്മളെ പ്രതീക്ഷിക്കാം. കോഴിക്കോടല്ലേ? കോഴിക്കോട് വരുന്ന സമയത്ത് നമ്മൾ മമ്മിയെ പൊക്കിയിരിക്കും. ഇന്നത്തെ ടേസ്റ്റ് ഓഫ് കേരളയിൽ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ഡിഷും മമ്മി നമ്മുടെ മുത്തശ്ശി ചേച്ചി പഠിപ്പിച്ചു കൊടുത്താണ്. ഇത് കലത്തപ്പം എന്നാണ് ഇതിന്റെ പേര്. പക്ഷെ ഇന്ന് പ്രേക്ഷകര് ദയവായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഇന്നൊരു നോൺ സ്റ്റിക് പാനിലാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പൊ മംഗലം ഉള്ളവർ ശ്രദ്ധിക്കുക, മംഗലത്തിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക ഈ കലത്തപ്പം. ഈ കലത്തപ്പം അല്ലേ? അപ്പൊ കലത്തപ്പം കലത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. കലമില്ലാത്തവർ നോൺ സ്റ്റിക്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പറയും. ഇതിന് അരി കൊണ്ട് തയ്യാറാക്കിയ ഒരു മാവ്, അതായത് പച്ചരിയും പുഴുങ്ങലരിയും സമമാകുന്നത്. 1 കപ്പ് പച്ചരിക്ക് 1 കപ്പ് പുഴുങ്ങലരി, പിന്നെ വേവിച്ച ചോറ് 1 കപ്പ്. ഇത്രയും കൂടെ നമ്മൾ അരച്ച് വെക്കണം. അത് 1 കപ്പ് അത് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാനൊന്ന് പറയാം. ഈ മാവ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് മാവാക്കിയിരിക്കുകയാണ്. ഇതിനകത്ത് 1 കപ്പ് പുഴുങ്ങലരി, 1 കപ്പ് പച്ചരി, 1 കപ്പ് ചോറ്, വേവിച്ച ചോറ്. അപ്പൊ 1:1:1 റേഷ്യോയില് അധികം വെള്ളമില്ലാതെ അരച്ചെടുത്തിരിക്കും. ഒന്നും ചേർത്തിട്ടില്ല. ഇത് നന്നായിട്ട് അരച്ച് അധികം വെള്ളമില്ലാതെ അരച്ചെടുത്തിരിക്കുകയാണ്. ഇനിയുള്ള സാധനങ്ങൾ തേങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തത്, ശർക്കര പാവ് കാച്ചി വെച്ചിട്ടുണ്ട്, ചെറിയ ഉള്ളി അല്ലെ, സവാള അരിഞ്ഞു വെച്ചത്. ഇത്രയും സാധനങ്ങളാണ്. വെളിച്ചെണ്ണ പാകത്തിന്. ഇത്രയും സാധനം ഉണ്ടെങ്കിൽ നമുക്ക് മനോഹരമായ മുത്തശ്ശിയുടെ കലത്തപ്പം ഉണ്ടാക്കി. കലത്തപ്പം താനെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യം നമ്മൾ മാവ് അധികം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ ശർക്കര പാവ് ഒഴിച്ചു കൊടുക്കാം. അത് മനോധർമ്മം പോലെയാണ്. ശർക്കര അവരവർക്ക് ഇഷ്ടമുള്ളത്. ഈ മാവ് ഉണ്ട കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു ഇഡ്ഡലിയുടെ പരുവത്തിന്, ഇഡ്ഡലി മാവിന്റെ പരുവത്തിന് ഇതിനകത്തേക്ക് കോരി ഒഴിക്കാൻ പാകത്തിന് ലൂസ് ആവേണ്ടതാണ്. പിന്നെ ഒരു നുള്ളു ഉപ്പും ഇതിനകത്തേക്ക് ചേർക്കാം. അത്രേ ഉള്ളൂ. ഇപ്പൊ മാവ് റെഡിയാണ്. ഇനി തേങ്ങാക്കൊത്തും ഉള്ളി എപ്പോഴാണ് ചേർക്കുന്നത്? അതിനി നമ്മൾ ഈ പാനിനകത്തോട്ട്, ചട്ടിക്കകത്തോട്ട്, കലത്തിനകത്തോട്ടാണ് നമ്മളത് ആഡ് ചെയ്യുക. ഈ മാവിലേക്ക് നമ്മളത് ചേർക്കുന്നില്ല. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസിനും ഒരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട് നേരിട്ട് പാനിനകത്തോട്ടാണ് ഉള്ളിയും തേങ്ങയും ചേർത്ത്. ഇപ്പോ ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നല്ല മണം വരാൻ തുടങ്ങി. ഇനി അതിന്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് ഇടും. അതായത് നല്ല മണം വരാൻ തുടങ്ങി, കൊതിയും വരാൻ തുടങ്ങി. ഇനി കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ചേ പറ്റുള്ളൂ. നമ്മൾ ട്രഡീഷണൽ രീതിയിലുള്ള കലത്തപ്പമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു കലം വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് പിന്നെ തേങ്ങാക്കൊത്തും സവാളയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ട് ബ്രൗൺ കളറിൽ വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ മാവ് ഒഴിക്കുന്നു. അതിനുശേഷം ഒരു മൺചട്ടിയിൽ അതിനെ അടപ്പ് വെച്ചിട്ട് അതിന്റെ മുകളിൽ കനൽ വെച്ചിട്ട് വേവിക്കും. അപ്പൊ അടിയിൽ നിന്ന് ചെറിയ തീയും മുകളിൽ നിന്ന് കനലൂടെ ആകുമ്പോഴത്തേക്ക് ആ ചൂടിലിരുന്നാണ് ഇത് വെന്ത് വരുന്നത്. പക്ഷെ ഇതിനകത്ത് വെക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇത് ഒന്ന് തുറന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഒരു ഭാഗം വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അതിനുശേഷം വീണ്ടും അടച്ചു വെച്ച് കഴിക്കണം. ഇപ്പൊ നമുക്ക് പാനപ്പം എന്ന് പറയാം. നമ്മളതിന്റെ പേര് ചെറുതായിട്ട് ഒന്ന് തിരുത്തുന്നു. പാനപ്പം റെഡിയാണ്. നല്ല മണവും വരാൻ തുടങ്ങിയിട്ടുണ്ട്. മുത്തശ്ശി പറഞ്ഞിട്ടുള്ളത് ചൂടോടുകൂടി കഴിക്കണമെന്നല്ല അല്ലേ? അതെ, ചൂടോടുകൂടി ഞാൻ കഴിച്ചേക്കാം. ബ്യൂട്ടി എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കും. ശരിക്കും ചൂടോടുകൂടി കഴിച്ചാൽ അതിന്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടും. ചേച്ചി ഇവിടെ ടെൻഷൻ നിൽക്കുകയാണ്. ശരിക്കും ഇതിന്റെ ടേസ്റ്റ് ഇതിന്റെ സൈഡിലാണ് അല്ലേ?
ആ ഉള്ളിയുള്ള പോർഷൻ കഴിക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ്. ഉള്ളിയോട് ചേർന്നുള്ള ഭാഗങ്ങളാണ് കൂടുതൽ ടേസ്റ്റ് ചെയ്യുന്നത്. സാധാരണ ഈ ശർക്കര ചേർത്തുണ്ടാക്കുന്ന അപ്പത്തിൽ സാധാരണ ഉള്ളി ചേർക്കാറ്. നമ്മൾ നെയ്യപ്പൊക്കെ കഴിക്കാറുണ്ട്. നെയ്യപ്പത്തിലേക്ക് ഒരു ടേസ്റ്റ് ആണ്. പക്ഷെ ഈ ഉള്ളി ഈ ബ്രൗൺ കളറിൽ ഇത് അതിന്റെ കൂടെ കഴിക്കുമ്പോഴത്തേക്ക് അതും തേങ്ങാപ്പത്തോടെ കഴിക്കുമ്പോഴാണ് അത് ശരിക്കുള്ള രുചി വരുന്നത്. ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു പലഹാരമാണ്. 4 മണിക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഓടിച്ചാടി കളിക്കുന്നവരായതുകൊണ്ട്. അത് മാത്രമല്ല വളരെ കുറച്ച് എണ്ണ, 2 ടീസ്പൂൺ എണ്ണ മാത്രമാണ്. സാധാരണ കടുക് താളിക്കുന്ന പോലെ അത്രയും എണ്ണ മാത്രമേ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് വേണമെങ്കിൽ ഇതിനെ ഒരു ഹെൽത്തി ഡിഷായിട്ടും കൂടാം അല്ലേ. ഇതിൽ ബേക്കിംഗ് പൗഡർ, കളേഴ്സ് അങ്ങനത്തെ യാതൊന്നും ചേർക്കുന്നില്ല. ഇതാ നമ്മുടെ നാച്ചുറലി ഭക്ഷിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ഇനി റൂമേഴ്സ് പറഞ്ഞു എല്ലാവർക്കും ഓരോന്നും ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. ഒരു വലിയ ബ്രേക്ക് പറയട്ടെ. ഓക്കെ, ഒരു ചെറിയ